ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക വന്നു. എല്ലാവരും വലിയ രീതിയിലെ ആവേശത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. ഈ പുതിയ പട്ടികയൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2026 ഇത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതെ, ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. ഏറ്റവും കൂടുതൽ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുള്ള പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമായിട്ട് വലിയൊരു മുന്നേറ്റം തവണ ഞങ്ങൾ നടത്തും. ഈ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു ചേഞ്ച് എന്താണ് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നത്? അല്ല, ബി ജെ പിയിൽ എല്ലാ കാലത്തും ഒരു ടീമായിട്ടാണ്, ഒരു ടീം വർക്കാണ്. ആ ടീം വർക്ക് ലീഡ് ചെയ്യാൻ പുതിയൊരു ക്യാപ്റ്റൻ വന്നു. ഏറ്റവും മികച്ച രീതിയിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ പാർട്ടിയെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ പുതുമുഖങ്ങളും യുവാക്കൾക്കും കൂടുതൽ അവസരം നൽകി അല്ലെങ്കിൽ തുല്യ പരിഗണന കൂടി നൽകിയിട്ടുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് എന്നൊരു പ്രത്യേകത കൂടിയില്ലേ? എല്ലാ കാലത്തും അങ്ങനെയാണ്. ബി ജെ പിയിൽ പുതിയ അത് നിങ്ങൾ ഓരോ ടേമിലത്തെയും ഭാരവാഹി പട്ടിക പരിശോധിച്ച് നോക്കിക്കോളൂ. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്, പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ലീഡർഷിപ്പിൻ്റെ ദാരിദ്ര്യമില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലെ. അത് ഓൾ ഇന്ത്യ തലത്തിലായാലും ശരി, സംസ്ഥാന തലത്തിലായാലും അതിനുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് പാർട്ടി എല്ലാ കാലത്തും അത് മണ്ഡലം തലം തൊട്ട് ഞങ്ങൾ നടത്താറുണ്ട്. ഇത്തവണ സംസ്ഥാന തലത്തിലും അത് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ബി ജെ പി തുടർന്നു വരുന്നൊരു പോളിസിയാണത്. ഇത്തവണ ഈ ജനറൽ സെക്രട്ടറിമാർ 4 പേര്, വൈസ് പ്രസിഡന്റുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് 10 പേരായി മാറി എന്നത് അതൊരു 10 പേർ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് ആ മാറ്റത്തെ കാണുന്നത്? അല്ല, അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഓരോ കാറ്റഗറിയും, ഓരോ സംസ്ഥാനങ്ങളും ഓരോ കാറ്റഗറിയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും 10 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ വന്നിട്ടുള്ളത്. അത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പോളിസിയാണ്. ബി ജെ പിയുടെ സംസ്ഥാനങ്ങളെ ലോക്സഭാ സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരവാഹികളുടെ എണ്ണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ 10 വൈസ് പ്രസിഡന്റുമാർ. ഈ രീതിയിൽ 10 വൈസ് പ്രസിഡന്റുമാർ, 4 ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം 10 സെക്രട്ടറിമാർ, ഈ രീതിയിലൊക്കെ വലിയൊരു മാറ്റം ഭാരവാഹി പട്ടികയിൽ ഉണ്ടാകുമ്പോൾ ആ പുതിയൊരു നിര വരുമ്പോൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ആവേശമൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും കേരളത്തിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി. വലിയ തയ്യാറെടുപ്പ് ഏറ്റവും താഴെത്തട്ട് വരെ വളരെ ആസൂത്രിതമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം പുനഃസംഘടനയല്ല അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുമാണ് ഏറ്റവും പ്രാധാന്യം. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ അത്തരത്തിലുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഇതിലാണിപ്പോൾ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെയും ഈ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിനൊപ്പം നഗരസഭകൾ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഭരണത്തിലുള്ള നഗരസഭകൾ, ഈ പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ കൂടി തന്നെ. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചോളം എണ്ണപ്പെട്ട കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ അല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ബി ജെ പിക്ക് സാധ്യതയുള്ള ഇതായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത്. അല്ലാതെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് ഞങ്ങൾ തരംതിരിക്കുന്നില്ല. കാരണം തൃശ്ശൂരിലെ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലും ബി ജെ പിയെ സ്വീകരിക്കാൻ തയ്യാറാണ്. തൃശ്ശൂരിൽ വലിയ മുന്നേറ്റമല്ലേ, ഓരോ പഞ്ചായത്തുകളിലും ഓരോ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇതുവരെ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അത്തരത്തിലൊരു മുന്നേറ്റം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. ഇപ്പോൾ നിലവിലെ കോർപ്പറേഷൻ നോക്കുമ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂരും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കോർപ്പറേഷനുകളാണ്. അല്ല, ഞങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഞങ്ങൾ 12-ലധികം സീറ്റുകൾ 2ാം സ്ഥാനത്താണ്. ഞങ്ങൾ 6 സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്ക് 3ാം സ്ഥാനത്ത് പോയ സീറ്റുകളുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ അതുപോലെ ഞങ്ങൾ കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരും എല്ലാം കൊല്ലത്തും ഞങ്ങൾ വലിയ ചെറിയ വോട്ടുകൾക്ക് ഞങ്ങൾക്ക് 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തായിരുന്നു. അതെല്ലാം തവണ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമല്ല, കൊല്ലവും എറണാകുളവും കോഴിക്കോടും കണ്ണൂരുമെല്ലാം ഞങ്ങൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന കോർപ്പറേഷനുകളാണ്. നഗരസഭയുടെ കാര്യത്തിൽ ഈ പാലക്കാട് നഗരസഭയിൽ മുമ്പുണ്ടായിരുന്ന ഈ അസ്വാരസ്യങ്ങളും പടലപ്പിണക്കളും ഒക്കെ മാറി ഇപ്പോൾ ഐക്യത്തോടുകൂടി തന്നെ ആയിരിക്കില്ലേ പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോകും? അല്ല, അതിൽ ഒരു 90% മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പാലക്കാട് നഗരസഭയിലായാലും ശരി, കേരളത്തിലായാലും ശരി, ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ പാർട്ടി തീരുമാനത്തിനോടൊപ്പം എല്ലാ കാലത്തും
ഒറ്റക്കെട്ടായി നിന്ന പാരമ്പര്യമുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ചോളം രണ്ടാം തവണ ഞങ്ങൾ പിടിച്ചെടുത്ത നഗരസഭയാണ്. രണ്ടാം തവണയും ഞങ്ങൾ വിജയിച്ചാണ്. ഈ മൂന്നാം തവണ ഞങ്ങളത് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി 35 സീറ്റിലധികം നേടിക്കൊണ്ട് നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. പന്തളം അതുപോലെ വലിയ മുന്നേറ്റം ഞങ്ങൾ നടത്തും. കേരളത്തിലെ നിരവധി മുനിസിപ്പാലിറ്റികൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളായിട്ട് മാറും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നഗരസഭയെ ചുറ്റിപ്പറ്റി ചെറിയ ചെറിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അതിജീവിച്ചിപ്പോൾ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അല്ല, നഗരസഭ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇടതുപക്ഷ സർക്കാർ അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കാതെ ഞെരുക്കിക്കൊല്ലുക. അതിൻ്റെ ഫലമായിട്ട് പാലക്കാട് നഗരസഭയിൽ അത് ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏത് നഗരസഭകളും ഏത് പഞ്ചായത്തുകളും നിങ്ങൾ നോക്കിയോ, പ്ലാൻ ഫണ്ട് ഇടതുപക്ഷ സർക്കാർ കാലാകാലങ്ങളായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ പാലക്കാട് നഗര പരിധിയിലുണ്ടായിരുന്നു. ഞങ്ങളത് പരിഹരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നഗരസഭയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു പ്രത്യേക ഫണ്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട്. 20 കോടി രൂപയോളം ഗ്രാൻറ്റായിട്ട് അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ പണികൾ പൂർത്തിയാക്കും. പാലക്കാട് നഗരത്തിൽ ഇതുവരെ കാണാത്ത വികസനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് നടപ്പാക്കാനും കഴിയും. താങ്കൾ നേരത്തെ പറഞ്ഞു പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒരു ക്യാപ്റ്റൻ ആണെന്ന പദമാണ് താങ്കൾ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ചെറിയൊരു വിവാദത്തിലേക്കൊക്കെ പോകുന്ന ഒരു പദമാണ്. അപ്പോൾ അത് ഈ BJP രാജീവ് ചന്ദ്രശേഖർക്ക് ആ പദം താങ്കൾ തന്നെ അത് പറയുമ്പോൾ അത് താങ്കളൊരു പോസിറ്റീവായ അർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അതൊരു ക്യാപ്റ്റനാണ്. ആ അർത്ഥത്തിൽ തന്നെയാണല്ലോ താങ്കൾ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു മത്സരമായിട്ട് ക്രിക്കറ്റ് ടീമിനെ ലീഡ് ചെയ്യുന്ന ക്യാപ്റ്റനായിട്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരെ കാണുന്നത്. അല്ലാതെ പിണറായി വിജയൻ്റെ വീണാ വിജയൻ പറഞ്ഞ ക്യാപ്റ്റനല്ല. വി.ഡി. സതീശൻ്റെ ക്യാപ്റ്റൻ പോലും അവിടെയും വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയം കൂടി. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ പോലെ അങ്ങനെയുള്ള ആ ക്യാപ്റ്റനാണ്. അല്ലാതെ പരാജയത്തിലേക്ക് നയിക്കുന്ന ക്യാപ്റ്റനല്ല. ഇത് വിജയത്തിലേക്ക് നയിക്കുന്ന ക്യാപ്റ്റനാണ്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് കാര്യങ്ങളെ കാണാനും ടീമിനെ ലീഡ് ചെയ്യാനും കഴിവുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ. ആ നിലയിലുള്ള ക്യാപ്റ്റനാണ്. അദ്ദേഹം ഈ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് തുടക്കം മുതൽ എപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂന്നി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ഇവിടെ കളം പിടിക്കാൻ പറ്റുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, കേരളത്തിലെ ജനങ്ങൾ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും കേട്ട് മടുത്തു. രണ്ട് മുന്നണികളും കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ അതല്ല പറയുന്നത്. കേരളം ആദ്യമായിട്ടാണ് ഒരു വികസനത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം കേൾക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. വികസനം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു, അവർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അത് ഈ കഴിഞ്ഞ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്കത് കാണാൻ കഴിയും. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഈ വികസിത കേരളം എന്നുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ മുകളിലായിരിക്കും. കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. എണ്ണയിട്ട യന്ത്രം പോലെ BJP പ്രവർത്തിക്കട്ടെ, ഉയരങ്ങളിലേക്ക് വരട്ടെ, കളം പിടിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ സുനിലിനൊപ്പം അൺഫ്രീ ഡിസൂസ.